അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SSF വിസ്ഡം ഹദീസ് ക്ലാസ് 358. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ബാദിറു ബിൽ അഅമാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം യുസ്ബിഹു الرجل മുഅ്മിനൻ വയുംസി കാഫിറ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ യബീഉ ദീനഹു ബിഅറളിൻ മിനദ് ദുനിയ. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നിശ്ചയം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബാദിറു ബിൽ അഅമാലി ഫിതനൻ, ഫിത്നകൾ വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ അമലുകൾ കൊണ്ട് ഉളരുക, അമലുകൾ ചെയ്യുക. ഫിത്നകൾ വരുന്നതിൻ്റെ മുമ്പ് കഖിതഇൽ ലൈലിൽ മുദ്ലിം, ഇരുൾമുറ്റിയ രാത്രിയുടെ ഭാഗങ്ങൾ പോലെ. നല്ല ഇരുൾമുറ്റിയ രാത്രിയിൽ അതിൻ്റെ ഇരുട്ട് ഓരോ സെക്കൻഡുകളും ഓരോ മിനിറ്റുകൾ കഴിയുന്തോറും ആ രാത്രിയുടെ ഇരുട്ട് വന്നുകൊണ്ടേയിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും. ഒരല്പം 5 മിനിറ്റിൻ്റെ ഇരുട്ട് കഴിയുമ്പോൾ അടുത്ത 5 മിനിറ്റിലെ ഇരുട്ട്, അല്ലെങ്കിൽ ഓരോ ഭാഗം ഇരുട്ട് കഴിയുമ്പോൾ തൊട്ടടുത്ത ഇരുട്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും നിലക്കാത്ത പ്രഭാതം വരെ, അല്ലെങ്കിൽ രാത്രി കഴിയുന്നത് വരെ ആ രാത്രിയുടെ ഇരുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് പോലെ ഫിത്നകൾ അടിക്കടിയായി തുടർച്ചയായി വരുന്നൊരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടം വരുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾ അമലുകൾ കൊണ്ട് ഉളരുക, അമലുകൾ ചെയ്യുക. കാരണം അത്തരം ഫിത്നകൾ വന്നാൽ അമലുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും. തെറ്റുകളുടെയും ഗീബത്തുകളുടെയും നമീമത്തുകളുടെയും തുടങ്ങി മനുഷ്യൻ്റെ മതബോധം നശിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ വരെ ഇവിടെ ജനങ്ങളിൽ വ്യാപകമാകുന്നൊരു കാലഘട്ടം വരാനുണ്ട്. അത്തരം കാലമാകുന്നതിൻ്റെ മുമ്പേ നിങ്ങൾ അമലുകൾ ചെയ്യുക. യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറ, ഒരു മനുഷ്യൻ അവൻ മുഅ്മിനായിക്കൊണ്ട് പ്രഭാതത്തിൽ ഉണ്ടായിരിക്കും, പ്രഭാതത്തിലായിരിക്കും. അഥവാ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ഈമാൻ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടായിരിക്കും, അവൻ മുഅ്മിനായിരിക്കും. വയുംസി കാഫിറ, എന്നാൽ കാഫിറായിട്ടവൻ പ്രദോഷത്തിലേക്ക് കടക്കും, വൈകുന്നേരത്തിലാകും. അഥവാ വൈകുന്നേരമാകുമ്പോഴേക്ക് അവനിൽ നിന്ന് കുഫറിൻ്റെ പ്രവർത്തനങ്ങൾ സംഭവിച്ചിരിക്കും. വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ, മുഅ്മിനായിട്ട് വൈകുന്നേരത്തിലാകുന്ന മനുഷ്യൻ പിന്നീട് പ്രഭാതത്തിലാകുമ്പോഴേക്ക് കാഫിറായിട്ട് മാറുന്നു. അഥവാ ഒരു മനുഷ്യൻ ഓരോ നിമിഷങ്ങൾ കഴിയും തോറും അവനിൽ നിന്നുള്ള തെറ്റുകൾ സംഭവിക്കുകയും മനുഷ്യനെ കുഫറിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ വരെ അവനിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യും. എന്താണ് അവനെ കുഫറിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ? അതിൻ്റെ വിശദീകരണം എന്നോണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യബീഉ ദീനഹു ബിഅറളിൻ മിനദ് ദുനിയ, ദുന്യാവിൽ നിന്നുള്ള വിഭവങ്ങൾക്ക് പകരം അവൻ്റെ ദീനിനെ അവൻ വിൽക്കും. അവൻ്റെ ദീന് അവൻ വിൽക്കും. ദുന്യാവ് വല്ലതും കിട്ടുമെന്ന് കണ്ടാൽ ദീനിനെ അവൻ കച്ചവടം ചെയ്യും. ദീനിനെയോ ദീനിൻ്റെ നിയമങ്ങളെയോ അവൻ വിലവെക്കില്ല. അപ്പം മതനിയമങ്ങൾ കാറ്റിൽ പറത്തേണ്ടി വന്നാലും ദുന്യാവ് കിട്ടിയാൽ മതി എന്ന ചിന്തയിലേക്ക് മനുഷ്യൻ എത്തുന്നതാണ് മനുഷ്യനെ കുഫറിലേക്ക് എത്തിക്കുന്നത്. കുഫർ എന്ന് പറഞ്ഞതുകൊണ്ട് 2 അർത്ഥവും വെക്കാമെന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. 2 അർത്ഥം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒന്ന് ഒറിജിനൽ കുഫർ, അനിസ്ലാമിക പ്രവർത്തനങ്ങളിലേക്ക് മനുഷ്യൻ എത്തിച്ചേരും, ഇസ്ലാമിനെ നിഷേധിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേരുക. മറ്റൊന്ന്, അല്ലാഹു തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിക്കുക എന്ന കുഫർ. 2 അർത്ഥത്തിലും മനുഷ്യനിൽ കുഫർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദീനിൻ്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തി ദുന്യാവ് സമ്പാദിക്കാനുള്ള നെട്ടോട്ടങ്ങൾക്കിടയിൽ മനുഷ്യൻ
അവൻ്റെ ഇസ്ലാമിക ബോധവും ഇസ്ലാം തന്നെയും അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത്. അത്തരം കാലഘട്ടങ്ങളിൽ ഫിത്നകൾ അടിക്കടിയായി വന്നുകൊണ്ടേയിരിക്കും. അതിന് മുമ്പേ നിങ്ങൾ അമലുകൾ ചെയ്ത് നിങ്ങളുടെ ആഖിറം സുരക്ഷിതമാക്കണമെന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശം. പുതിയ കാലഘട്ടത്തിൽ നമുക്കറിയാം, പണ്ഡിതന്മാരെ ചീത്ത പറയലും ആലിമീങ്ങളെ കുറ്റം പറയലും അതോടൊപ്പം തന്നെ പരസ്പരം തെറി പറഞ്ഞും ഗീബത്ത് പറഞ്ഞും നമീമത്ത് പറഞ്ഞും ആഖിറം നഷ്ടപ്പെടുന്ന രൂപത്തിൽ, ദീന് നശിപ്പിക്കുന്ന രൂപത്തിൽ മനുഷ്യർ അവരുടെ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ നിസ്കാരങ്ങളും നോമ്പുകളൊക്കെ ചെയ്താൽ പോലും ഒരു സ്റ്റേജ് കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു സദസ്സ് കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരാളെ മുമ്പിൽ കിട്ടിയാൽ ഉടനെ തന്നെ പണ്ഡിതന്മാരെ ചീത്ത പറയാനും തെറി പറയാനുമാണ് നടക്കുന്നത്. ഏത് ഗ്രൂപ്പിലെ പണ്ഡിതനായാലും ശരി, പണ്ഡിതന്മാരെ ചീത്ത പറഞ്ഞാൽ അല്ലെങ്കിൽ സയ്യിദന്മാരെ ചീത്ത പറയുമ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല. ചീത്ത പറയലും കുറ്റം പറയലും മുസ്ലിംകൾക്ക് ചേർന്നതല്ല. അതുകൊണ്ട് മനുഷ്യന്റെ ഈമാൻ നശിപ്പിക്കുന്ന അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ ആവശ്യമായ അമലുകൾ ചെയ്ത് നാം മുന്നേറുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.